Hi, I'm Shibu. I am looking for Sid. Sid? Next about Yeah. Welcome to America. Hey, hi. First thing, എന്താ മറക്കേണ്ടത്? Hindi. Hindi. See, you are a Malayali from Mumbai. I am a Malayali from Delhi. നമ്മളെ മലയാളം എന്ന് പറഞ്ഞ ഓക്കെ. भाई तू इतना मलयालम कैसे? ഞാൻ മലയാളം പഠിച്ചത് അമേരിക്കയിൽ വന്നിട്ടാ. Oh, भाई. നമുക്കൊരു വലിയ കസ്റ്റമർ ഉണ്ട്, ബേബി. Baby. Don't get excited. ബേബി ഒരു ആളാണ്. He's a man. भाई अमेरिका में बेबी. Yeah, you might have to do babysitting also. So, only condition that baby has is the consultant who is coming on board should be a Malayali. Okay? അതുകൊണ്ടാണ് താൻ ഇവിടെ വന്നത്. फंसा दिया ना? ഹിന്ദി നഹി, Oh, ഓൺലി മലയാളം. കളിപ്പിച്ചല്ലോ. അത് തന്നെ. ഗുഡ്. ഓക്കെ ശരി. ഒച്ചണ്ടാര് മാറിയിട്ട് ഇന്ന് പച്ചയാ, ഒരു ഫോട്ടോ അടിച്ചിട്ട്. ചേട്ടാ ഒരു മീഡിയം കട്ട് ചായ കിട്ടൂ. മോനെ ഇത് ഐസ്ക്രീം കടയാ. ചായക്കടയല്ലേ? ചായക്കട എനിക്കുണ്ട്, ഇവിടെ അടുത്തൊരു ചായക്കട ഉണ്ട്, അവിടെ ചെന്നാൽ നിനക്ക് ചായ. ഓ ശരി. ഓക്കെ യു ആർ ഫൈൻ. भाई क्या होल्ड है? ഹിന്ദി നഹി. Okay, let's go. Come. ചേട്ടാ ഫ്രീ ആയിട്ട് ഒരു ഐസ്ക്രീം തരും. ദേ ഇരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബേബി സാർ. Oh, ये क्या बेबी? യെസ്, ബേബി സാറിനെ കാണണമെങ്കിൽ ബാക്ക് സൈഡിൽ വന്നാൽ മതി. ചേമ്പ് എടാ അത് മാറ്റി വെച്ചിട്ട് 3 മാസമായല്ലോ. ഓക്കെ, മഞ്ഞന്റെ കാര്യം കൂടെ നോക്കിയേ. ഹലോ ബേബി സാർ, നമസ്കാരം. ആ ഇവനാണോ നീ പറഞ്ഞ ആ മലയാളി? അതെ. എടാ ഷിബു, എനിക്ക് വീക്കെൻഡിലൊക്കെ കുറെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇവിടെ പരിപാടി. അതിൽ അങ്ങ് മുഴുകി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയൂല ഞാൻ. എങ്ങനെയാ നിനക്ക് കൃഷിപ്പണിയിലൊക്കെ താല്പര്യം ഉണ്ടോ? കൃഷി എൻ്റെ അപ്പച്ചൻ കൃഷി ഉണ്ടായിരുന്നു. അവൻ 100 ഏക്കർ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു, മൊത്തം റബ്ബർ. അവൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ. അവന് കുറെ ജോലിക്കാരുണ്ടായിരുന്നു. അവൻ ഭയങ്കര ഹാർഡ് വർക്കർ ആയിരുന്നു. നിന്റെ തന്തയ്ക്ക് ഇവിടെ സ്ഥലമുണ്ടോ? നീ ഒരു മലയാളി തന്നെയാണോടെ? ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുക എൻ്റെ മലയാളം അടിപൊളിയാണ്. നിന്റെ മലയാളി അത്ര എൻ്റെ മലയാളമല്ല കേട്ടോ. എടാ നീ എന്റെ പുറകെ ഇങ്ങനെ ഓടി നടന്നിട്ട് യാതൊരു കാര്യവും. ആ ചെറുക്കനെ എങ്ങനെയാലും ഒന്ന് മലയാളം പഠിപ്പിച്ചെടുക്കും. ഞാൻ ശരിയാക്കാം ബേബി സാർ. ഞാൻ അവനെ ജയിന്റെ അടുത്തൊന്ന് കൊണ്ടുപോവാ. ജയ് അവന് നന്നായിട്ട് മലയാളം അറിയാം. അപ്പൊ മലയാളം മനസ്സിലാവും കേട്ടാൽ, അല്ലേ? പക്ഷെ പറയുമ്പോ ഒരു തപ്പൻ ശരിയാക്കാം. തപ്പല്ല, അതെന്തുവാ? അതൊക്കെ വഴിയെ മനസ്സിലാവും ഷിബു. ഇപ്പൊ ഞാനൊരു 10-20 കൊല്ലമായിട്ട് പത്രപ്രവർത്തനമായിരുന്ന പണി. അപ്പൊ മലയാള ഭാഷയിലൊരു കൈപ്പിടി നമ്മളിൽ ഒതുങ്ങുന്ന ഒരു സാധനമാണ് ഭാഷ. പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം കേട്ടോ. പണ്ട് ഇവിടെ ഒരു മലയാളി വന്നു നാട്ടിൽ നിന്ന്. അവനാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൂടെ വണ്ടി ഓട്ടിച്ചു പോവാ. കൺട്രി സൈഡ് എന്ന് പറയും ഇവിടെ ഉള്ളവരെ. അങ്ങനെ വണ്ടി ഓട്ടിച്ച് പോകുമ്പോഴത്തേക്കും അവര് പെട്ടെന്ന് ഈ സൈഡിൽ ഇത് കണക്കത്തെ കാടുണ്ടല്ലോ, ഈ കാട്ടിൽ നിന്നൊരു മാൻ എടുത്തിഞ്ഞ് ചാടി. ഇവൻ വണ്ടി കൊണ്ടിടിച്ചു, മാൻ ചത്തു. മനസ്സിലായില്ലേ? ചത്തപ്പോൾ അവൻ ആകെ പേടിച്ചു. എന്നിട്ട് അവൻ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വണ്ടി എടുത്ത് നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്
അവൻ പോലീസുകാരനോട് പറയാ, സാർ ഐ കിൽഡ് എ മാനെന്ന്. ഇപ്പോഴും ജയിലില്ല അവൻ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ഭാഷയെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? മാരേജ് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കുത്തും. മനസ്സിലായോ? ഓക്കെ. ഉം, ഉം. നിന്റെ വീട് അടുത്താന്നോ? എന്താ? അല്ല, വീട് നിന്റെ ഇവിടെ തന്നെ ആണോന്ന്? ഇതെല്ലാം വിദ്യാർത്ഥികളുടെ സുരക്ഷയെ അപകടത്തിലാക്കും വിധം അഭ്യാസങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലാണ് പ്രൗഢഗംഭീരമായ ഒരു ഭാഷയാണ് മലയാളം. 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും അതിലേറെ അനേകം കൂട്ടക്ഷരങ്ങളും ഉള്ളൊരു ഭാഷയാണ് മലയാളം. ഷിബുവിന് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ മനസ്സിലാവാനാ? ഓഹോ, നീ ഫണ്ടാസ് മാത്രം പറഞ്ഞാ മതി, തല കറങ്ങുന്നു ഇത് കേട്ടിട്ട്. അവൻ പറഞ്ഞു നിങ്ങൾക്ക് നന്നായിട്ട് മലയാളം അറിയാമെന്ന്. അവനോ? ഹൂ ഇസ് ദാറ്റ് അവൻ? അവനോ? അയ്യോ, നമ്മുടെ മുതലാളി ബേബി. എടാ മഹാഭാവി, അവനല്ല ഷിബു, അദ്ദേഹം. അദ്ദേഹം എന്ന് വേണം നമ്മൾ അങ്ങനെയുള്ള വലിയ ആൾക്കാരെ പറയാൻ, കേട്ടോ? താങ്കളുടെ മനസ്സിൽ വരുന്ന, പെട്ടെന്ന് വരുന്ന ഒരു കഥ പറയാം. മലയാളത്തിൽ മാത്രം പറയാം. താങ്കൾ വരുന്ന വഴിയില് ഒരു കഥ പറഞ്ഞായിരുന്നില്ലയോ? ഒരു കാറ് വന്ന് മാനിനെ ഇടിച്ചത്. അവൻ എവിടെ വെച്ചാ മരിച്ചത്? അവനോ? ഹൂ ഇസ് ദാറ്റ് അവൻ ഹിയർ? ആ മാന്. ഷിബു, മാൻ ആണ്, മാൻ അല്ല, മൃഗമാണ്. ഒരു മൃഗത്തെ നമ്മൾ മലയാളത്തിൽ അത് അല്ലെങ്കിൽ ഇത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അയ്യോ, അപ്പൊ മൃഗം ഞാൻ പഠിക്കണോ? മൃഗത്തിൽ എങ്ങനെ പറയണം? അലക്സേ, എന്തുവാ കഴിക്കാൻ ഓൾറെഡി? നല്ലോണം വിശക്കുന്നുണ്ടല്ലോ. ഒരു ആൻസറും ഇല്ലല്ലോ അലക്സേ. അലക്സേ, ആരാ ഡോർ ബെല്ലടിക്കുന്നുണ്ടെന്ന് തുറന്നു കൊടുത്തേ. അലക്സേ, സുജേ, നീ എന്നാ ഡോറിന്ന് തുറന്നു കൊടുത്തേ, ആരാന്ന് നോക്കട്ടെ. അലക്സേ, പെണ്ണുമ്പിള്ള റെഡിയല്ല, നമുക്ക് തന്നെ പോയി തുറന്നു കൊടുത്താൽ. ഗുഡ് മോർണിംഗ് ചേച്ചി. അങ്ങനെ പോകുന്നു ചേച്ചി, കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇതാണ് ഷിബു, നമ്മുടെ ബേബി സാറിന്റെ കമ്പനിയിൽ ജോലിക്ക് വന്നതാ. മലയാളം പഠിപ്പിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, ആ കോട്ടുമാപ്പിളയാണോ? അദ്ദേഹത്തിന്റെ അടുത്തേക്കാ അവിടെ വന്ന് പെട്ടത് പുള്ളി. ഷിബു എവിടുന്നാ വരുന്നത്? ബോംബെയില. ഓക്കെ, മലയാളമൊക്കെ? മലയാളിയാ. 2 ചായ എടുക്കട്ടെ? പിന്നെന്താ, എടുത്തു. അലക്സ 2 ചായ. അലക്സ മലയാളമൊക്കെ പഠിപ്പിച്ചായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇതൊക്കെ പഠിപ്പിച്ചാലും നമ്മൾ തന്നെ പോയി എടുത്താലേ കാര്യം നടക്കുള്ളൂ. 2 ചായ എടുത്തേക്കാം അല്ലേ? അലക്സേ, ഈ അലക്സ ഞാൻ വെള്ളത്തിലെടുക്കട്ടെ. അലക്സ അയ്യോ, ഇത് നമ്മുടെ കേരളത്തിലെ പോലെ ഇരിക്കുവാന്നല്ലോ. പിന്നെ ഒരു പുതിയ ആള് വരാൻ നാട്ടില്, അപ്പൊ അവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ ഓക്കെ. അപ്പൊ എന്താണ് തോന്നുന്നത് ഷിബു? അവനിപ്പോ എവിടെയാ? ഷിബുനെ നമ്മൾ സെറ്റ് ആക്കില്ലേ ബേബി സാറിന്. ബേബി സാറിന് അവിടെ ഇങ്ങനെ പോകുന്നു. ഇന്നിപ്പം വരുന്ന കടി ഒരു ഗുജറാത്തിയാണ്. Hey Dhawan, how are you? I'm good. Welcome to America. Thank you. કેમ છો? മജാമാ. ഗുജറാത്തി ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുക്കട്ടെ? ഇയാളല്ലേ അന്ന് ചായ ചോദിച്ചു വന്നേ? മനസ്സിലായത്? അവനൊന്ന് ചായ അല്ലായിരുന്നു, ജോലിയായിരുന്നു. അത് ശരി. കിട്ടിയോ ചായ? അലക്സേ, ഒരു മലയാളം പാട്ട് പാടിക്കുക അലക്സേ. രാത്രിയൊരു പൂമുല്ല മൊട്ടായി വിരിഞ്ഞാൽ പകലിന്റെ താപം മാഞ്ഞിടുമോ? സുഖമുള്ളൊരീരടിക്കാതിൽ നിറഞ്ഞാൽ കനവിന്റെ പൂമെത്ത നെയ്തിടുമോ?
കാഴ്ചകൾ ചില പ്രിയർ നീളും വഴികളിൽ നാം കാണും അപരിചിതർ കടൽ തൊട്ടു കാറ്റുറുമ്പും തെങ്ങോല തൂങ്ങി കുയിൽപ്പാട്ടിനൊപ്പം മൂളി ചില കഥകൾ ഫ്ലോറിഡ കഥകൾ